ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാതത്തിലെ ചിന്തയ്ക്കായി നമുക്ക് ലഭിച്ചിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 30-ാം വാക്യം. എൻ്റെ നുകം മൃദുവും എൻ്റെ ചുമട് ലഘുവും ആകുന്നു. കുമാരൻ എല്ലാ ദിവസവും ജോലി കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ പുഴക്കരയിൽ നിന്നും തനിക്കെടുക്കുവാൻ കഴിയുന്ന അത്ര വലിയൊരു കല്ല് കൂടി ചുമന്നുകൊണ്ടുവന്ന് തനിക്ക് ആകെയുള്ള ആ ചെറു തുണ്ട് ഭൂമിയിൽ വെക്കുമായിരുന്നു. ഇത് എന്നും കാണുന്ന അയൽക്കാരന് ആശ്ചര്യമായിരുന്നു. ഒരു ദിവസം അയാൾ കുമാരനോട് ചോദിച്ചു, എന്തിനാണ് നീ എന്നും ഈ ഭാരമുള്ള കല്ല് ചുമന്നു കൊണ്ടുവരുന്നത്? കുമാരൻ പറഞ്ഞു, ഇന്ന് ഞാൻ ഒരു കല്ല് ചുമന്നാൽ നാളെ അത് കുറച്ച് ചുമന്നാൽ മതിയല്ലോ. അയൽക്കാരനൊന്നും പിടികിട്ടിയില്ല. കുറച്ച് നാൾ കഴിഞ്ഞ് ആ അയൽക്കാരൻ കുമാരൻ്റെ സ്ഥലത്തിൻ്റെ അരികിൽ കൂടെ യാത്ര ചെയ്തപ്പോൾ അതാ മിക്കവാറും പണി പൂർത്തിയായ കല്ലുകൾ കൊണ്ടുള്ള ഒരു ചെറുവീട്. കുമാരൻ പുഴക്കരയിൽ നിന്നും അനേക ദിവസങ്ങളായി കൊണ്ടുവന്ന കല്ലുകൾ സൂക്ഷിച്ചു വെച്ച് മനോഹരമായ ഒരു ചെറുഭവനം നിർമ്മിച്ചിരിക്കുന്നു. ഒരു വീട് പണിയുക എന്നത് കുമാരൻ്റെ സ്വപ്നമായിരുന്നു. ഓരോ ദിവസം ഓരോ കല്ല്. അങ്ങനെ ഏതാനും വർഷങ്ങൾ കൊണ്ട് ഒരു വീടിനാവശ്യമായ കല്ല് മുഴുവൻ കുമാരൻ തൻ്റെ സ്ഥലത്ത് എത്തിച്ചു. എത്ര ദീർഘദൃഷ്ടിയോടെയാണ് കുമാരൻ പ്രവർത്തിച്ചത്! എത്ര ചെറിയ വീടായാലും ആ വീടിനാവശ്യമായ കല്ല് മുഴുവൻ യാതൊരു പണച്ചെലവും വിശേഷാൽ അധ്വാനവും കൂടാതെ സ്ഥലത്തെത്തിക്കുവാൻ കുമാരന് കഴിഞ്ഞു. ഒരു ദിവസം ഒരു കല്ല്, അതാർക്കാണ് പ്രയാസം? ഒരു വലിയ പ്രയത്നം നിസ്സാരമായി പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്നത് ഒരു വലിയ കാര്യമല്ലേ? ഇത് നാം ഏവരുടെയും ജീവിതത്തിൽ പ്രായോഗികമാക്കുവാൻ പറ്റിയ ഒരു പാഠമാണ്. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കും എത്ര നല്ല ഒരു മാതൃകയാണിത്. പരീക്ഷ വരുമ്പോൾ എല്ലാം കൂടെ പഠിച്ചു തീർക്കുവാൻ എത്ര പ്രയാസമായിരിക്കും. എന്നാൽ ഓരോ പാഠവും ഓരോ ദിവസവും പൂർണ്ണമായി പഠിച്ചു തീർത്താൽ പരീക്ഷ എത്ര ലളിതമായി തീരും. ബാല്യകാലത്ത് പുരമേയുന്നതിനാവശ്യമായ ഓരോ ദിവസവും കുറേശ്ശെയായി നമ്മൾ തന്നെ മെടഞ്ഞ് ഉണക്കി സൂക്ഷിച്ചിരുന്നത് നമ്മളെല്ലാവരും ഓർക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഓരോ വർഷവും എന്തുമാത്രം ഓല വാങ്ങേണ്ടി വരുമായിരുന്നു. ജീവിതഭാരങ്ങൾ ലഘൂകരിക്കുവാൻ ഇങ്ങനെ വിവിധ മാർഗങ്ങൾ ഉണ്ട്. എന്നാൽ അത് പ്രായോഗികമാക്കുവാൻ ഉത്സാഹവും സ്ഥിരതയും അനിവാര്യമാണ്. അതിന് സന്നദ്ധരല്ലാത്തവർ 3-4 വർഷം കൊണ്ട് കുമാരൻ ചുമന്ന കല്ലുകൾ ഒരുമിച്ച് ചുമക്കേണ്ടി വരും. ലളിതമാക്കാവുന്ന ജീവിതം കൂടുതൽ സങ്കീർണമാക്കുകയാണ് മിക്കവരും ചെയ്യുന്നത്. നിരന്തരമായ ലഘുപ്രയത്നങ്ങളിലൂടെ സങ്കീർണമായവയെ ലഘുവാക്കി തീർക്കുവാൻ നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ദൈവകൃപയിൽ ആശ്രയിച്ച് നിരന്തരം മടി കൂടാതെ പ്രവർത്തിപ്പാൻ നമുക്കും സാധ്യമാവട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ലഭിച്ച വചനത്തിനായി സ്തോത്രം. ദൈവവേലയ്ക്ക് വേണ്ടി അധ്വാനിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് ഒരുക്കണമേ. മടി കൂടാതെ അധ്വാനിപ്പാൻ തക്കവണ്ണം ഞങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും അവിടുന്ന് പ്രാപ്തമാക്കണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.